ആദ്യമായി
വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകർ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഓരോ സ്കൂളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സ്കൂളിൻ്റെ അധ്യാപകർ, അനധ്യാപകർ, സ്നേഹിതർ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ സമ്പന്നത, സംസ്കൃതി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കലകളിൽ കൂടിയാണ്. കലകളുടെ സമ്പന്നതയാണ് സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഭാഗത്തെ നിയന്ത്രിക്കുന്നത്. സന്യാസ ആശ്രമങ്ങളോട്, മഠങ്ങളോട് ഒക്കെ ചേർന്ന് ഈ കലകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ ശാസ്ത്രപരവും അതിൻ്റെ ദൈവികമായ അംശം ബലഹീനനായ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം അങ്ങനെ ഒരു കലകൾ സന്യാസാശ്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അധ്യാപകർക്കായിട്ട് ഇങ്ങനെ ഒരു മത്സരം ഏർപ്പെടുത്തണമെന്ന് ചിന്തിച്ചതിൻ്റെ കാരണം അതാണ്. ബഥനിയുടെ തായ്ക്കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബൃഹത്തായ ശുശ്രൂഷയുടെ ഭാഗഭാക്കുകളാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ അധ്യാപകരും. ഈ ഒരു സുദിനത്തിൽ ഈ കലാപരമായ ഒരു സമീപനം സത്യത്തിൽ ഇതൊരു സൗഹൃദ മത്സരമാണ്. കല എപ്പോഴും ആസ്വദിക്കാനുള്ളത് ആണ്, മത്സരിക്കാനുള്ളത്. അപ്പോഴും നല്ല ആസ്വാദനത്തിൻ്റെ ദിനമായി, നല്ല ഒരു കലാവിരുന്നിൻ്റെ ദിനമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഈ പ്രാരംഭ സമ്മേളനത്തിന് ആയിരിക്കുന്നവർക്ക്, വന്നുകൂടിയിരിക്കുന്നവർക്ക് സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. സമയം പാഴാക്കാനില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാനത് നിർവഹിച്ചുകൊള്ളാം. ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഥനി തിരുവനന്തപുരം പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മദർ സാന്ദ്രയാണ്. വളരെയധികം തിരക്കുകളിൽ ഇടയിലാണ് മദർ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് നിർദ്ദേശങ്ങൾ നൽകുകയും അതിൻ്റെ ചുമതലക്കാരിയായി എൻ്റെ അമരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അതിനെ നയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ വളരെയധികം തിരക്കുള്ള ദിവസമായിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത് പോലും. അല്പം പോലും വിശ്രമിക്കാൻ സമയം കിട്ടാതെ ഓടി ഇവിടെ എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ടീച്ചേഴ്സിനെ വളരെ കരുതലോടെ നമ്മൾ കാണുന്നതായിട്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ഈ മീറ്റിങ്ങിൻ്റെ പ്രസിഡന്റ് പദം നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട മദറിനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് കുട്ടിയിലച്ഛനാണ്. അച്ഛനെ കുറേയേറെ പേർക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ സ്കൂളിനോട് ചേർന്ന ഇടവകയുടെ വികാരിയാണ് അച്ഛൻ. അതോടൊപ്പം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടം അവിടുത്തെ സിവിൽ അധ്യാപകനാണ്. ഞങ്ങളെ സംബന്ധിച്ച് അച്ഛൻ ഇതിൽ എല്ലാറ്റിനും ഉപരി ഞങ്ങളുടെ ഒരു കുഞ്ഞാണ്. സെന്റ് കൊലേറ്റി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ നാലാഞ്ചിറ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ അയൽവാസിയാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞെന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങളും വിശേഷങ്ങളും അതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്നാലും സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ അത് ഒതുക്കിക്കൊണ്ട് കൃത്യമായ സ്വാഗതം ഈ മീറ്റിംഗിലേക്ക് ഇവിടെ ഇന്നത്തെ ഈ മത്സരങ്ങളുടെ വിധികർത്താക്കളായി വന്നിരിക്കുന്ന ഫാദർ ആന്റണി കല്ലി ബഥനി ആശ്രമത്തിൻ്റെ നാലാഞ്ചിറ മേയറായ സുപ്രീമാണ്. അതോടൊപ്പം ബ്ലസ്സൻ അച്ഛൻ ഇവിടെയുണ്ട്, സിസ്റ്റർ ലിയോയും മറ്റ് 3 ടീച്ചേഴ്സ്, ശരണ്യ, സെമിലെ, ശ്രുതി, അങ്ങനെ 3 ജഡ്ജസ്
സ്റ്റേജിൽ ഇപ്പോൾ ആയിരിക്കുക. പ്രിയപ്പെട്ട ആന്റണി അച്ഛന് സ്നേഹത്തോടെ ഈ പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം നൽകുന്നു. ഇവിടെ സിസ്റ്റേഴ്സ് പലരും, അധ്യാപകരുണ്ട്, ലോക്കൽ മാനേജേഴ്സ് ഉണ്ട്, സ്കൂളുകളുടെ ലോക്കൽ മാനേജേഴ്സ്, സുപ്പീരിയേഴ്സ്, കളിയിൽ സഹായിക്കാനും കളി കാണാനും ഒക്കെ എത്തിയിരിക്കുന്നവരുണ്ട്. സ്റ്റേജിലായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ നീത ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പലാണ്. സിസ്റ്റർ കൃപ ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജറാണ്. സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ഒരുമിച്ച് സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രണ്ട് ടീച്ചേഴ്സ്, അമ്പിളിക്കോണത്തുനിന്ന് രണ്ട് ടീച്ചറും കുണ്ടറ നിന്ന് ജെയിംസ് സാർ, അധ്യാപകരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ സ്റ്റേജിലായിരിക്കുന്നത്. അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സ്കൂളിലെ അധ്യാപകര്, അനധ്യാപകര്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, രാവിലെ 7:30 ഞാനിവിടെ എത്തുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളും അധ്യാപകരും ഇവിടെ സജീവമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാം ക്രമീകൃതമായിരുന്നു. സംഗീതയുടെ നേതൃത്വത്തിൽ എല്ലാം വളരെ അച്ചടക്കത്തോടെ പോകുന്നതാണ് കണ്ടത്. സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം അറിയിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഈ ഒരു ദിവസത്തെ വർണ്ണാഭമാക്കുവാൻ കായംകുളം മുതൽ കന്യാകുമാരി വരെയുള്ള 12 സ്കൂളിലെ അധ്യാപകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 130ഓളം അധ്യാപകർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആരും കാണാൻ പറ്റുന്നില്ല. അവരുടെ പ്രോഗ്രാമിൻ്റെ തിരക്കിലായിരിക്കുന്നതാണ് ഇവിടെ സ്റ്റേജിൽ സദസ്സിലറിയാറ്. പക്ഷേ ഇത്രയും അധ്യാപകരുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാവരും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സഹായിക്കാനായിട്ട് നിൽക്കുന്നവർ, ക്ഷണിതാക്കളായിട്ട് എത്തിയവർ, കുടുംബാംഗങ്ങൾ, ടീച്ചേഴ്സിൻ്റെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ഇവിടെ, കുഞ്ഞുങ്ങളുടെ പേരൻസ് ഇവിടെയുണ്ട്. ഇവരെല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. നന്ദി. ശതാബ്ദനിരവിലായിരിക്കുന്ന ബദരി സന്യാസി സമൂഹത്തെ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിപ്പിക്കുന്ന അർപ്പണ മനോഭാവമുള്ള കർമ്മനിരതയായ തിരുവനന്തപുരം പ്രൊവിൻസിന്റെ പ്രൊഫസർ സുപ്പീരിയർ ഡോക്ടർ മദർ സാന്ത്വന സെൻസിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദിയിലായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് കുറ്റിലച്ച, ആന്റണി വെളിലച്ച, ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജറായിരിക്കുന്ന സിസ്റ്റർ കൃപ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ നീത, ഈ വേദിയിലായിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പ്രതിനിധികൾ, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, കുടുംബാംഗങ്ങളെ, പ്രിയ സ്നേഹിതരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ശതാബ്ദിയുടെ ഭാഗമായിട്ടുള്ള ഈ സ്നേഹകൂട്ടായ്മ സാധാരണമല്ലാത്ത ഒരു സംഭവത്തിൻ്റെ സ്നേഹകൂട്ടായ്മ. എന്താ സാധാരണമല്ലാത്തതെന്ന് പറയാൻ? എപ്പോഴും കുഞ്ഞുങ്ങളെ അവരുടെ ടാലന്റ് തിരിച്ചറിഞ്ഞ് ഒരുക്കി അണിയറയിൽ കൊണ്ടുവന്ന് ആവേശത്തോടെ അവിടെ നിന്ന് കൈയടിച്ച് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയെടുക്കുന്ന അധ്യാപകരുടെ കലാപരിപാടികളിൽ പങ്കെടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതാണ് അസാധാരണമായൊരു സംഭവത്തിന് സാക്ഷ്യം നൽകുന്നവരാണ്. അതും സിസ്റ്റർ മഹിമ ഇവിടെ സൂചിപ്പിച്ചു. ഇതൊരു മത്സര വേദിയല്ല, സ്നേഹ കൂട്ടായ്മയാണ്. മത്സരിക്കാനുള്ള വേദിയല്ല. ബഥനിയുടെ ആ 100 വർഷത്തെ സന്തോഷത്തിലും അതിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഇവിടെ ഒന്നിച്ചുകൂടി പല വേദികളിലായി ബഥനി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ ഒരു വേദിയാണിത്. അത് പലപ്പോഴായിട്ട് പല കാര്യങ്ങൾക്ക് ടീച്ചേഴ്സിനെ വിളിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും അവർക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വേദി എനിക്ക് തോന്നുന്നു ഈ
നമ്മുടെ പ്രൊവിൻസിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വേദി പങ്കെടുക്കുമ്പോൾ നാം കാണുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ ഈ വേദിയെ പങ്കിടുക, പിന്നെ ഇവിടെ കടന്നു വന്നപ്പോഴേ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നേരത്തെ കൂടെ ഉണ്ടായിരുന്നവരോട് ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഇന്നെന്താ ഇത്രയും ചെറുപ്പമായിട്ട് നിങ്ങൾ കയറി വരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഉള്ളിൽ ഈ കളിക്കുക എടുക്കുക എന്നുള്ളത് കൊച്ചു പിള്ളേരുടെ ഒരു കാര്യം പോലെയാണ് നമ്മുടെ മനസ്സിൽ. ആ ഹൃദയം എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരു തിളക്കത്തിൽ നിന്ന് ഇന്ന് കടന്നു വന്നിരുന്നവരുടെ മുഖവും ആ ചെറുപ്പത്തിൻ്റെ തിളക്കത്തിലാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ബദരി കുടുംബങ്ങളോടും ബദരി ആശ്രമങ്ങളോടും മന്ദിരങ്ങളോടും ചേർന്ന് എപ്പോഴും കലയ്ക്കും വിദ്യാഭ്യാസത്തോടൊപ്പം കലാരൂപങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു ജീവിത ശൈലിയാണ് നാം കണ്ടിട്ടുള്ളത്. അത് ഇന്നും അഭിമാനത്തോടെ തുടരുന്നു. ഈ ഒരു തിളക്കം തന്നെയാണ് 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ ബദരി യൗവനത്തിന്റെ തിളക്കത്തിൽ തന്നെ ഇന്നിന്റെ ആ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആ ശൈലിയാണ് ഇന്നും ബദരി തുടരുന്നത്. അന്ന് അതിന് ഭാഗവാക്കുകളാകാൻ തീർന്നിരിക്കുന്ന ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഏവരെയും സ്നേഹപൂർവ്വം ഞങ്ങളുടെ ആ സ്നേഹ ബദരി കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്, സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരു സ്കൂളോ ഒരു പ്രസ്ഥാനമോ അത് വിജയിക്കണമെങ്കിൽ അവിടെ ആയിരിക്കുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും കൂട്ടായ പ്രവർത്തനം മാത്രമാണ്. അതൊന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഇത്രയും വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. സ്കൂളുകൾ പലതുണ്ടായിട്ടും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. കന്യാകുമാരി മുതൽ ഇവിടെ ഈ പ്രദേശത്തു നിന്ന് 12 സ്കൂളുകാരാണ് ഇന്ന് ഈ വേദി പങ്കിടുവാനായിട്ട് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എത്തിയിരിക്കുന്നത്. ഏവർക്കും എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഈ വേദിയെ പങ്കിടുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മഹിമ പറഞ്ഞു, ഞങ്ങളുടെ തന്നെ അഭിമാനപുത്രനാണെന്ന്, നാലാഞ്ചിറയുടെ ഓമനപുത്രനാണെന്ന്, നമ്മുടെ സ്കൂളിലെ തന്നെ പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളായിട്ട് വന്ന് അവിടെ തന്നെ ഫോർമേഷൻ കിട്ടിയ ഒരു കുട്ടിയെന്ന നിലയിൽ ഇന്ന് വളർന്ന് ദൈവവേദിക്കായിട്ട് അനേകം കുഞ്ഞുങ്ങളെ നേടിയെടുക്കുവാനായിട്ട് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് കുട്ടിയച്ചനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധമായ സ്നേഹം നമ്മുടെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ നാരായണ പ്രൊവിൻഷ്യൽ ഹൗസിന്റെ ചാമ്പ്യനൊക്കെ ആയിരിക്കുന്ന ആന്റണി കല്ലിലച്ചനുണ്ട്. അതുപോലെ തന്നെ നമ്മളോടൊപ്പമായിരിക്കുന്ന പ്രസിഡന്റിന് സിസ്റ്റർ ലിയോ, പ്രിയപ്പെട്ട കൗൺസിലേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വയലിൽ കയറുന്ന ടീച്ചേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, കുടുംബാംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ഏവരെയും സ്നേഹത്തോടും ഈ സമയം ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഇന്നത്തെ ഈ വേദി ഇവിടെയായിരിക്കുവാൻ ഒരു ചെറിയ കാര്യം പോലെ നമ്മൾ ചിന്തിച്ചുള്ളൂ. ഒരു സ്റ്റേജ് നന്നായിട്ട് ഇരിക്കുന്ന ബ്രോങ്കോണം എന്നുള്ള ചിന്തയിലാണ് നമ്മളിവിടെ കൂടിയത്. എന്നാൽ ഈ വേദിയെ ഇത്രത്തോളം അലങ്കരിച്ച് ഈ വേദിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമുക്കായിരിക്കുവാൻ തക്കതുപോലെ ഇതിനെ ഈ ഒരു രീതിയിൽ അലങ്കരിച്ചതും ഇത് ഒരു ശ്രേഷ്ഠമായ വേദിയാക്കി തീർന്ന നീതയുടെ ഒരു വലിയ നേതൃത്വമാണ്. അതോടൊപ്പം ചേർന്നിരിക്കുന്ന കൃപ, അത് പ്രിയപ്പെട്ട മറ്റ് സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന്റെ ഒന്നായ കൂട്ടായ്മയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏവരെയും ഒത്തിരി അഭിമാനത്തോടും ഈ സമയം ഓർക്കുകയാണ്. നിങ്ങൾ കണ്ടതുപോലെ കോവിഡിന്റെ നിറവില് ആയിരിക്കുന്ന ഒരു സംരംഭമാണ് തിരിച്ചറിയാത്തതുപോലെ ഈ വേദിയെ അലങ്കരിച്ചിട്ടുള്ളത്. കൂടുതലായി പറയാതെ തന്നെ തിരിച്ചറിയാത്തതുപോലെ ഈ വേദിയാക്കിയിരിക്കുകയാണ്. ഞാനൊരു കൂടി പറയുന്നു, ഇത് സ്നേഹ കൂട്ടായ്മയാണ്, സ്നേഹത്തിന്റെ മത്സരമാണ്. അവിടെ അരിയില്ല, പിടിയില്ല, കിട്ടുന്ന സമ്മാനത്തിന്റെ ആ വലുമയില്ല, അല്ലാതെ ആ കിട്ടുന്ന പോയിന്റ്സിന്റെ ആ വലിപ്പമില്ല, ഒന്നുമില്ലാതെ നമ്മുടെ സ്നേഹത്തോടുകൂടി കൂട്ടായ്മയിലായതുകൊണ്ട് കടന്നു പോകാനായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏവരെയും അനുഗ്രഹപ്രദമായി ഈ സമയം ഓർക്കുമ്പോൾ നേരത്തെ ഇവിടെ വളരെ നാളായിരുന്ന സ്റ്റേജീയ, അതുപോലെ തന്നെ സാന്നിധ്യമൊക്കെ ഒത്തിരി അനുഗ്രഹപ്രദമായി അനുഭവപ്പെടുകയാണ്. ഏവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുമ്പോൾ
പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ദിവസം, കണ്ണുകൾക്കിമ്പവും ഹൃദയത്തിന് ഉത്സാഹവും നൽകുന്ന ഈ വേദി നമുക്കൊക്കെ ഇന്നിവിടെയായിരിക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mother. കുറവൻകോണം സെന്റ് ജോസഫ് ഇടവകയുടെ വികാരിയും പട്ടം സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകരും സെന്റ് ഗുരുട്ടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബഹുമാനപ്പെട്ട തോമസ് കുട്ടി അച്ഛനെ പ്രൊവിൻഷ്യൽ അധ്യാപക മത്സരം പ്രാർത്ഥനാപൂർവ്വം തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മദർ ഡോക്ടർ സാന്ദ്ര സി, ബഹുമാനപ്പെട്ട അനിലച്ച പ്രസഞ്ച, ഈ സ്കൂളിൻ്റെ ടോപ്പിക് മാനേജറായിരിക്കുന്ന സിസ്റ്റർ, പ്രിൻസിപ്പളായിരിക്കുന്ന സിസ്റ്റർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ സ്കൂളിൽ നടത്തിയപ്പോൾ ഞാൻ ചെറിയ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ നയർമിക സിസ്റ്റർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മാത്സ് പഠിപ്പിച്ച വിമൽ സിസ്റ്റർ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ ഒരു സന്തോഷമാണ്. ദൈവം ഇത്രയും നടത്തി എന്നത് അതിൻ്റെ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപയാണ്. ഇന്ന് അധ്യാപകരുടെ ഒരു മത്സരം നടന്നപ്പോൾ ഗുരു എന്നത് സാൻസ്കൃത വേർഡാണ്. രണ്ട് വേർഡുകൾ ചേർന്നതാണ് ഗുരു. ഗു മീൻസ് ഇഗ്നോറൻസ് എന്നാണ്. രു റിമൂവൽ ഓഫ് ഇഗ്നോറൻസ്. അന്ധകാരം മാറ്റുന്നവനാണ് ഗുരു. വെളിച്ചം നൽകേണ്ടവനാണ് ഗുരു. ഇന്ന് അധ്യാപകരുടെ ഒരു മത്സരം നടത്തുമ്പോൾ വെളിച്ചത്തിൻ്റെ ദീപ്തി കൂടാൻ ഇത് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ മാന്യം മറന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാം ഇവിടെ പറയുവാൻ സമയമില്ല എന്നറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കഥയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരാൾക്ക് നരകം കാണാനുള്ള അവസരമുണ്ടായി. നരകത്തിൽ കാണാൻ തന്നെ അനുവദിച്ചിട്ടുണ്ടോ ഒരു ഗൈഡുണ്ട്. ഗൈഡ് ഓരോ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്.
അപ്പോൾ ഈ മനുഷ്യനെ ആദ്യം കാണിച്ചത് വളരെ ആഴമുള്ള ഒരു കിണറാണ്. വളരെ ആഴമുള്ള കിണർ. നോക്കിയപ്പോൾ ആ കിണറിനുള്ളിൽ ഒരുപാട് പേര് കിടന്ന് അലറി വിളിക്കുന്നു. പലരും പുറത്തു വരാൻ വേണ്ടി ഇങ്ങനെ മണ്ണിൽ കയറി പുറത്തു വരുന്നു. രണ്ട് ഭടന്മാരെ ചുറ്റും നിന്നുകൊണ്ട് അവര് കുന്തം കൊണ്ട് കുത്തി അവർക്ക് ഈ വിസിറ്റർ ചോദിച്ചു, ഇതാരാണ്? അപ്പം പറഞ്ഞു, ഇത് ജർമ്മനിയിൽ നിന്നുള്ളവരാണ്, ഒരു ഭയങ്കര അധ്വാനികളാണ്. അപ്പോൾ ഇവര് ചാടി കയറാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഭടന്മാരെയൊക്കെ വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് കടന്നപ്പോൾ ഇരുമ്പ് നെട്ട് വെച്ച് മറച്ചിരിക്കുന്ന ഇതിനേക്കാൾ വലിയ ആഴമുള്ള ഒരു കിണറുണ്ട്. അവിടെയും ഒരുപാട് പേര് കിടന്ന് അലറി വിളിക്കുകയാണ്. പലരും ഇരുമ്പ് നിന്ന് മാറ്റാൻ വേണ്ടി അവർ അറ്റത്ത് വരെ വരുന്നുണ്ട്. അപ്പം ചോദിച്ചു, ഇതാരാണ്? ഇതേത് രാജ്യക്കാരാണ്? അപ്പോൾ പറഞ്ഞത് ജപ്പാൻകാരാണ്. ഇവരുടെ നാട്ടിൽ സുനാമിയൊക്കെ ഉണ്ടാകുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ഇവര് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇവരുടെ നാടൊക്കെ വീണ്ടും പുതുക്കുന്നത്. ഇവര് ജപ്പാനിൽ നിന്നുള്ളവരാണ്. ആയുധ വിദ്യയിലൊക്കെ പ്രാവീണ്യം തെളിയിച്ചവരാണ്. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ വളരെ ആഴം കുറഞ്ഞതും എന്നാൽ ആ കിണറ്റിൽ കിടക്കുന്നതെല്ലാം വളരെ ശാന്തരായിട്ട് കിടക്കുന്നു. ഒരനക്കമില്ല. ഇപ്പോഴേ പേര് ചോദിച്ചു, ഈ മനുഷ്യൻ കൊള്ളാനോ? നല്ല മനുഷ്യനാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലഹമില്ല, ഒരു പ്രയാസമില്ല, ആരെയും ഒരു ബഹളമില്ല, ശാന്തമായിട്ട് അവർ കിടക്കുന്നു. വളരെ ആഴം കുറഞ്ഞ് ഇവർക്ക് വേണം പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. ഇപ്പോഴേ പേര് പറഞ്ഞു, ഇത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ കയറി മണ്ട കയറി രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്ന ആള് കാലിൽ പിടിച്ച് താഴെ ഇട്ടുകൊള്ളും. ഇവരുടെ കാര്യം ഇവർ നോക്കിക്കൊള്ളും. ഓരോ മത്സരങ്ങൾ നടക്കുമ്പോഴും ഇപ്പൊ എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടണമെന്നില്ല. പക്ഷേ ഒന്നാമതെത്തുന്നവനെ അഭിനന്ദിക്കുവാൻ മനസ്സ് തുറക്കുമ്പോഴാണ് നമുക്ക് വലുപ്പം ഉണ്ടാകുന്നത്, നമ്മുടെ ഉന്നതി ഉണ്ടാകുന്നത്. ഇവിടെ 12 സ്കൂളുകൾ തമ്മിൽ മാറ്റിവെക്കുമ്പോൾ എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടാൻ പറ്റിയില്ലെങ്കിലും പരസ്പരം അഭിനന്ദിക്കുവാൻ, മനസ്സിൻ്റെ വലിപ്പം കൂട്ടുവാൻ ഈ ദിവസം കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിക്കുന്ന വർഷങ്ങളല്ല, വർഷിക്കുന്ന നന്മ വർഷിക്കുന്ന നല്ല ജീവിതങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഫാദർ. നന്ദിയുടെ വാർത്ത ഇന്നത്തെ മീറ്റിംഗിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട തോമസ് കുട്ടിയച്ചൻ ബദരി കുടുംബത്തിന്റെ നന്ദി. അച്ഛന് സ്നേഹോപഹാരം നൽകുന്നതിനാൽ ബഹുമാനപ്പെട്ട മതപ്രവേശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ സമ്മേളനം ഇവിടെ സമാപിക്കുന്നു. ചരിതത്തെ ചൊല്ലിടുന്നിതാ മലങ്കര സഭയാകും പൂവാടിയിൽ പൂമൊട്ടിട്ട ബധനിതൻ ചരിതത്തെ ചൊല്ലിടുന്നിതാ പുണ്യശ്ലോകൻ പുണ്യചരിതൻ മാറി വാര്യസ്ഥാതരാലെ പുൽകി വളർന്ന പൊൻപൂവ
ബഥനി നാമം ശോഭിതമാക്കുന്നേ. മലങ്കര സഭയാകും പൂവാടിയിൽ പൂമൊട്ടിട്ട ബഥനിതൻ ചരിതത്തെ ചൊല്ലിടുന്നിതാ. പുണ്യശ്ലോകൻ പുണ്യചരിതൻ മാറിവാനുസ്താദനാലി പുൽകി വളർന്ന പൊൻപൂവല്ലു ബഥനി പുഷ്പം. അനുകരണത്താൽ മിശിഹായെയും അനുഗമനത്തിൽ മിശിഹാപാദ ലക്ഷ്യമതാക്കും കന്യകമാരാൽ ബഥനി പ്രൗഢം. അനുകരണത്താൽ മിശിഹായെയും അനുഗമനത്തിൽ മിശിഹാപാദ ലക്ഷ്യമതാക്കും കന്യകമാരാൽ ബഥനി പ്രൗഢം. ആത്മീയതയാൽ നവ്യമതാക്കാൻ സഭയിൽ സേവന തൽപരരായി ഐക്യത്തിന്റെ വാഹകരായി മേവിടുന്നിതാ. ഭാരതഭൂമി സുവിശേഷിപ്പാൻ ഉദ്ധിതമാക്കാൻ നാരിഗണത്തെ സിദ്ധികൾ ഈ വിധം സാധ്യതമാക്കി യാനം ചെയ്യുന്നേ. മലങ്കര സഭയാകും പൂവാടിയിൽ പൂമൊട്ടിട്ട ബഥനിതൻ ചരിതത്തെ ചൊല്ലിടുന്നിതാ. പുണ്യശ്ലോകൻ പുണ്യചരിതൻ മാറിവാനുസ്താദനാലി പുൽകി വളർന്ന പൊൻപൂവല്ലു ബഥനി പുഷ്പം. കാരുണ്യത്തിൻ ഭവനമതായി തിരുലിഖിതത്തിൽ വാണൊരു ബഥനി കാലത്തികവിൽ ഭാരത മണ്ണിൽ ജാതം ചെയ്തല്ലോ. മാർത്താ മറിയം ലാസറസെ പോൽ പ്രാർത്ഥന സേവന ഉദ്ധിത സാക്ഷ്യം മാർഗത്തിൻ വഴി സാക്ഷ്യത്തിൻ വഴിയേകി വാഴുന്നേ. വിദ്യ നൽകും വിദ്യാഭ്യാസം ആശ്വാസത്തിൻ ആതുരഭാവം ആശ്രയമാകും ആശ്രിതയാകും സേവന പാതയതാ. ദൈവരാജ്യം ഈ ഭൂമിയിലായി സ്ഥാപിതമാക്കാൻ സോദര ഞങ്ങൾ ദൈവസ്നേഹവാഹകരായി വാണിടുന്നല്ലോ. മലങ്കര സഭയാകും പൂവാടിയിൽ പൂമൊട്ടിട്ട ബഥനിതൻ ചരിതത്തെ ചൊല്ലിടുന്നിതാ. പുണ്യശ്ലോകൻ പുണ്യചരിതൻ മാറിവാനുസ്താദനാലി പുൽകി വളർന്ന പൊൻപൂവല്ലു ബഥനി പുഷ്പം. സാക്ഷികളായി നൽമാതൃകയായി നൽജീവിതമായി യാനം ചെയ്ത സ്വർഗസ്ഥിതരാം സോദരരെയും നമിച്ചിടുന്നേ. പ്രാർത്ഥനയാകും തീർത്ഥത്താലും വിശ്വാസത്തിൻ ബലവത്താലും പാകമതാക്കിയ ബഥനെ ഇന്ന് ആമോദിക്കുന്നേ. പ്രാർത്ഥനയാകും തീർത്ഥത്താലും വിശ്വാസത്തിൻ ബലവത്താലും പാകമതാക്കിയ ബഥനെ